ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊലസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് ഈ പ്ലാന്റിനെ കുറിച്ചാണ്. മണി പ്ലാന്റ് അഥവാ പോത്തോസ്. എപ്പിറംനം ഔറം എന്ന പേരുള്ള അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണിത്. ഇതിന് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും ഹാങ്ങിങ് ആയും നമുക്ക് സപ്പോർട്ട് കൊടുത്ത് ഒരുപാട് രീതിയിൽ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതിന് മുന്നേ തന്നെ നമ്മൾ പോത്തോസിന്റെ അതിമനോഹരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, അതൊന്ന് പോയി കണ്ടേക്കണം. ഏതൊരു കുഴിമടിയന്മാർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പോത്തോസ് അഥവാ മണി പ്ലാന്റ്. അതിന് ഒത്തിരി വെറൈറ്റികളിൽ പോത്തോസും മണി പ്ലാന്റും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 6 വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ് അഥവാ പോത്തോസ് ആണുള്ളത്. അപ്പോൾ അതിനെ ഞാൻ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്നും അതിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സും അതിന് കൊടുക്കുന്ന കെയറിങ്ങും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കാതെ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. മണി പ്ലാന്റുകൾ പലതരത്തിലുണ്ടെങ്കിലും ഈ ഒരു മണി പ്ലാന്റിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഈ ഒരു മണി പ്ലാന്റിന്റെ പേരാണ് നിയോൺ പോത്തോസ്. ഒരു നിയോൺ കളർ തന്നെയാണ്, അതായത് ഇതിന്റെ ലീഫിന് ഒരു യെല്ലോയും ഗ്രീനും കൂടെ കലർന്ന കളറിലുള്ള അതിമനോഹരമായ ഒരു ചെടിയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന്റെ. പുതുതായിട്ട് വരുന്ന ലീഫ് ഒരു ഫ്ലോറസെന്റ് കളറും കുറച്ചൊന്ന് മെച്ചറാവുന്ന ലീഫ് ഒരു ഡാർക്ക് ഗ്രീൻ കളറുമാണ്. അതായത് അടുത്ത വെറൈറ്റിയാണ്. ഇതാണ് സാറ്റിൻ പോത്തോസ്. നല്ല ഭംഗിയുള്ള ലീഫി സ്ട്രക്ചറാണ് ഇതിനുള്ളത്. കണ്ടില്ലേ, ആ ഒരു ലീഫിന്റെ പാറ്റേൺ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടാൽ ഷെയ്റ്റിക്കും പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. ഇത് തന്നെ ഒത്തിരി വെറൈറ്റികളിൽ സാറ്റിൻ പോത്തോസുകളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പോത്തോസാണ്. ഹാങ്ങിങ് അല്ലാതെ സപ്പോർട്ടൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഒരു ഗ്രീനറി നിറയ്ക്കാൻ പറ്റിയ സാധനമാണ് പോത്തോസ്. അപ്പോൾ ഇതുപോലെ PVC പൈപ്പിൽ കയറൊക്കെ ചുറ്റിയെടുത്ത് അതിൽ നമുക്ക് ഒത്തിരി കട്ടിങ്സുകൾ അതിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് കൊടുത്താലും ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കും. ഇത് അടുത്ത പോത്തോസാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ മാർബിൾ പോലത്തെ സ്ട്രക്ചറോട് കൂടിയ ലീഫുള്ള പ്ലാന്റാണ് ഇത്. ഇതിനെയാണ് നമ്മൾ മാർബിൾ ക്യൂൺ പോത്തോസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ലീഫിലേക്ക് ആ ഒരു ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ വാരി വെതറിയ പോലെ ഇരിക്കും. ഇനി എനിക്കങ്ങനെ ലീഫിൽ ഡിസൈൻ ഒന്നും വേണ്ടാത്ത പോത്തോസാണ് വേണമെന്നുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് ജെയ്ഡ് പോത്തോസ്. നല്ല ഒരു ഗ്രീൻ കളർ, എന്നാൽ ഡാർക്ക് ഗ്രീൻ ആണോ? അല്ല, നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ്. ഇതിൻ്റെ അടുത്ത വെറൈറ്റിയാണ്. ഇതാണ് എൻജോയ് പോത്തോസ്. അപ്പോൾ ആ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഗ്രീനും ഒരു ഓഫ് വൈറ്റ് കളറും കൂടെ ഇതുപോലെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചില്ല എങ്കിൽ ഇത് ഫുള്ളായിട്ട് ഡാർക്ക് ഗ്രീൻ കളറിലോട്ട് മാറും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഐഡിയാസ് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലോ നെറ്റിലോ ഒക്കെ സെർച്ച് ചെയ്ത പല രീതിയിൽ നമുക്ക് പോത്തോസിനെ അറേഞ്ച് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടും. ഞാനിപ്പോൾ അതേ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പോട്ടിലോട്ട് ഇതുപോലെ ഒരു കമ്പിയൊക്കെ വളച്ചെടുത്ത് അതിൽ കുറച്ച് കയറൊക്കെ ചുറ്റിയെടുത്ത് വളച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറേ കട്ടിങ്സുകൾ ഒരുമിച്ച് വെച്ചതുകൊണ്ട് ഇത്രയും തിക്കായിട്ട് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ വളർന്ന് വരുന്ന താഴോട്ട് വളർന്ന് കിടക്കുന്ന ആ കൊമ്പുകളെയൊക്കെ നമ്മൾ പിടിച്ച് ഇതിലോട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാം. നമ്മുടെ ഈ പോത്തോസിന് മറ്റൊരു കഴിവ് കൂടി എന്താണെന്ന് അറിയുന്നത്, നമ്മുടെ എയറിനെയൊക്കെ വളരെ മനോഹരമായി പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക് ഈ പോത്തോസിന് അഥവാ മണി പ്ലാന്റ്. അക്കാര്യം ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ നാസ തന്നെ അംഗീകരിച്ചതാണ്. എയർ പ്യൂരിഫൈങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു മണി പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലിവിംഗ് റൂമിലും അതേപോലെ നമ്മുടെ ബെഡ്റൂമിലും ധൈര്യമായിട്ട് വെച്ച് വളർത്താം. ഇത് കാണുമ്പോൾ നമ്മൾ കരുതും പോത്തോസ് ആണെന്ന്. ശരിക്കും ഇത് പോത്തോസ് അല്ല. ഇത് പോത്തോസിനെ പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ഫിലോഡെൻഡ്രോന്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. പക്ഷേ പോത്തോസിനെ പോലെ തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതേപോലെ സപ്പോർട്ട് കൊടുത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ. ഇതും അത് തന്നെയാണ്, ഫിലോഡെൻഡ്രോൺ ആണ്. കണ്ടാൽ പോത്തോസ് പോലെ ഇരിക്കുമെങ്കിൽ ഇതും ഫിലോഡെൻഡ്രോൺ ആണ്. ഇതും അതുപോലെ തോന്നും, പക്ഷേ ഇത് ഫിലോഡെൻഡ്രോൺ അല്ല. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ അടിയിലൊരു പർപ്പിൾ കളറൊക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും പോത്തോസിന്റെ ഫാമിലിപ്പെട്ടതാണെന്ന് നമ്മൾ വിചാരിക്കും, എന്നാലല്ല. ഇത് സിങ്കോണിയത്തിന്റെ ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനെയും നമുക്ക് പോത്തോസ് ഒക്കെ വളർത്തുന്നത് പോലെ വളർത്താം. ഞാൻ ജസ്റ്റ് ഈ 2 പ്ലാന്റ്സുകൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ പോത്തോസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ. അതായത് ചിലരൊക്കെ കംപ്ലൈൻറ്റ് പറയാനുണ്ട്, നമ്മൾ ഇൻഡോറൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ പ്ലാന്റ് ഒരു മഞ്ഞിച്ച് ഒക്കെ നശിച്ചു പോകുന്നതെന്ന്. അത്യാവശ്യമായിട്ടും ഈ ഒരു പ്ലാന്റിന് വേണ്ടത് നല്ല ലൈറ്റാണ്. ఎందుకంటే ഡയറക്റ്റ് ലൈറ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ലഭിച്ചാൽ മാത്രമേ ഇത് ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ഡെയിലി നനച്ച് കൊടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് ഈ പ്ലാന്റ് ഇരുന്നോളും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. അങ്ങനെ നടുമ്പോൾ തന്നെ ഈ പോട്ടിൻ്റെ വളമൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. അപ്പോൾ മാസത്തിലൊരിക്കലും നമ്മൾ കുറച്ച് ചാണകമോ കമ്പോസ്റ്റോ എന്തെങ്കിലും
എവിടെയെങ്കിലും ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് വെതറി കൊടുത്താൽ മതി. അതെപ്പോൾ വെതറണം എന്നായിരിക്കും ആലോചിക്കുന്നത്. എപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫ്, പുതുതായി വരുന്ന ലീഫൊക്കെ വളരെ ചെറുതായിട്ടൊക്കെ വരുന്നെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ആ പോട്ടിലിരിക്കുന്ന പ്ലാന്റിന് ഫുള്ളായിട്ട് അതിന് ഒരു കരുത്തൊന്നുമില്ലാതെ ഇങ്ങനെ തളർന്ന് അങ്ങനെയൊക്കെ കാണുന്നെങ്കിൽ നമ്മളത് ഫുള്ളായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അതിൽ പിന്നെ ഒട്ടും തന്നെ മണ്ണോ വളമോ ഒന്നും തന്നെ കാണില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രം ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് തന്നെ 2-3 വർഷമൊക്കെ കൂടുമ്പോൾ മതി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ പല വെറൈറ്റികളിലുള്ള പോത്തോസുകൾ ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയായിരിക്കും. പ്ലാൻ ലവേഴ്സിന് മാത്രമേ ആ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ഇനി ഭീമാകാരനായ ലീഫൊക്കെ ആവശ്യമുള്ളവർ വല്ല മരത്തിൻ്റെയോ തെങ്ങിൻ്റെയോ ഒക്കെ ചുവട്ടിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതങ്ങ് പടർന്ന് മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് വലിയ ഭീമാകാരന്മാരായിട്ടുള്ള ലീഫുകൾ ഉണ്ടാവും. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. ഇതുപോലെ താഴോട്ടൊക്കെ വളർന്ന് കിടക്കുന്ന ആവശ്യമില്ലാത്ത സ്റ്റെമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഓടിൻ്റെ തൊട്ട് താഴെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്താൽ മാത്രം പോരാ, കുറച്ച് പണികളുകൂടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതുപോലെ നമ്മുടെ നോഡിൻ്റെ തൊട്ട് താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വലിയ ലോങ് ആയിട്ടുള്ള സ്റ്റെമ്മ് കിട്ടണമെങ്കിൽ എത്ര നോഡുണ്ടോ അതിനനുസരിച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ താഴത്തെ നോഡിലെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാരണം അവിടെ നിന്നാണ് പുതിയ റൂട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ലീഫ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലൊക്കെ മുങ്ങിക്കിടന്ന് അതിങ്ങനെ അഴുകി സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴെയുള്ള ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ നമ്മൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ ഡിപ്പ് ചെയ്ത് വെച്ചത് 1 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതേ ഇതുപോലെ നല്ല റൂട്ടൊക്കെ വരും. നല്ല വൈറ്റ് കളറിൽ കാണുന്നില്ല, ഇതുപോലെ റൂട്ടുകളൊക്കെ വരും. റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി അതിലോട്ട് നട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പോത്തോസിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മിക്കവരും നമ്മൾ ഇൻഡോറൊക്കെ വെക്കാനും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സാണ് നല്ലത്. അതിനായിട്ട് ഞാൻ ഈക്വൽ അളവിൽ ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടെ എടുത്തിട്ട് നമുക്ക് ഏത് ബോട്ടിലാണ് ആവശ്യമുള്ളത് ആ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റൂട്ട് വന്നിട്ടുള്ള ഇതിനെ നമുക്ക് ഇതിലോട്ട് വെച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ പോട്ടിൽ മണ്ണിലോട്ട് നട്ട് കൊടുത്താലും മതി. ഇങ്ങനെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കണമെന്നൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ അത് കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് മണ്ണിലോട്ട് നട്ട് കൊടുത്തപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് റൂട്ടൊക്കെ വരുത്തിയതിന് ശേഷം ഇതുപോലെ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മളൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലുക്കൊന്ന് വേറെ തന്നെയായിരിക്കും. വൈറ്റ് പോട്ടിൽ അല്ലെങ്കിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കാണാനായിട്ട് പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി പോത്തോസ് തന്നെ ഹാങ്ങിങ് ആയിട്ടിടാൻ ഒത്തിരി വെറൈറ്റി പോട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോത്തോസിന് പല വെറൈറ്റി സെറ്റ് ചെയ്യാം. ചിലർക്കൊക്കെ ഇൻഡോറിൽ എപ്പോഴും നല്ല ഗ്രീനറി നിറച്ചിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ പോത്തോസ്. ഇതുപോലെ നമുക്ക് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, യാതൊരു പണിയുമില്ല. പിന്നെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ വക്ക് പൊട്ടിയതുമായിട്ടുള്ള ബോട്ടിലുകളിലോ ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. ആ ബോട്ടിലെ വെള്ളം ചിലപ്പോൾ ഇങ്ങനെ തീർന്നു പോകും, നല്ല ഇവാപ്പറേറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ലീഫ് ഈ പ്ലാന്റ് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ നിറയെ റൂട്ടൊക്കെ വന്ന് ആ ഡെഡ് സ്കിന്നൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വല്ല 2-3 മാസമൊക്കെ കൂടുമ്പോൾ മതി. അപ്പോൾ മാത്രം ഇതിനെ ഒന്നെടുത്ത് ആ റൂട്ട് അധികം വന്ന് ഒത്തിരി റൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ലീഫൊക്കെ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. അത്ര സിമ്പിളാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻഡോറിലും അതേപോലെ നമ്മുടെ ബെഡ്റൂമിലും ടേബിളിൻ്റെ മുകളിലും ഒക്കെ വെച്ച് നല്ലൊരു പോസിറ്റീവ് വൈബ് കൂടി ലഭിക്കും. ഇനി അതല്ല നമുക്ക് ഇതുപോലത്തെ പെബിൾസ് ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കളർഫുൾ ആയിരിക്കും. അതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ് നല്ലത്. പിന്നെ നമ്മുടെ വെള്ളത്തിലല്ലാത്ത ചെടിയിൽ നമുക്ക് NPK 19 ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. ഇതിലും മനോഹരമായ ഒരുപാട് ഗാർഡൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.